ഏതാണ്ട് 20-ൽ കുറയാതെ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം മുഖ്യ കാരണം എന്ന് പറയുന്നത് അവരെല്ലാം തങ്ങളുടെ ജീവിതം സമർപ്പിച്ച വലിയ ലക്ഷ്യങ്ങളോടും പ്രതീക്ഷയോടും കൂടി അവർ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അതിലൊരു ചെറുവിരൽ പോലും തങ്ങൾ മാതാപിതാക്കളുടെ എല്ലാം അധ്വാനം വലിയ രീതിയിൽ തങ്ങളുടെ മക്കൾ ഉയർന്ന രീതിയിലേക്ക് വളർന്നു വരണമെന്ന പ്രതീക്ഷകളുമായി അഴിമതി നടത്തി പാവപ്പെട്ട വിദ്യാർത്ഥികൾ ആത്മഹത്യയിലേക്ക് എത്തിച്ച നരേന്ദ്രമോദി സർക്കാരിന്റെ ഈ മുറികേടുകൾക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 1 വർഷം വിദ്യാർത്ഥികളെ കടന്നു വരികയാണ് മുറികേടുകൾക്കെതിരെ കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് രാജിവെക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ രാജ്യത്തെ തെരുവിൽ പോരാട്ടം നടത്തുന്ന രാഹുൽ ഗാന്ധി കൈക്കരാതെന്ന് സ്ഥാപിച്ചുകൊണ്ട് ഈ കോൺഗ്രസിന്റെയും KFCയുടെയും നേതൃത്വം നടത്തുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ പ്രിയങ്കരായ ശ്രീ സണ്ണി ജോസഫ് അവരും കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഷാഫി പറമ്പിൽ പ്രിയമുള്ള സഹപ്രവർത്തകരെ, ഈ സമരപരിപാടിയിൽ അണിചേരാൻ ഇവിടെ എത്തിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകന്മാരും ഇവിടെ ഈ കസേരകളിൽ ഇരുന്ന് ഈ സമരവുമായി സഹകരിക്കണം എന്ന വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ്. യോഗ നടപടികൾ ഉടൻ തന്നെ ആരംഭിക്കും. ബഹുമാന്യരായ നേതാക്കന്മാർ ഈ സമരപരിപാടിയിൽ അണിചേരാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഴുവൻ സഹപ്രവർത്തകന്മാരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ഈ സമരപരിപാടി ഇവിടെ ആരംഭിക്കുകയാണ്. ഇന്ത്യയുടെ വിദ്യാഭ്യാസ രംഗത്തെ സംരക്ഷിക്കാൻ രാഹുൽ ഗാന്ധി നടത്തുന്ന പോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് കേരളത്തിലെ സഹപ്രവർത്തകരുടെ നേതൃത്വത്തിൽ ബഹുമാന്യരായ നേതാക്കന്മാർ, ജനപ്രതിനിധികൾ ഉൾപ്പെടുന്ന ആളുകൾ ഈ ജാഥ നയിച്ച് പ്രതിഷേധ ജാഥ നയിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. മുഴുവൻ നേതാക്കന്മാരെയും സ്വാഗതം ചെയ്യുകയാണ്. യോഗ നടപടികൾ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ പ്രിയപ്പെട്ട സമര പ്രഖ്യാപനത്തിന് വന്നു കയറിയിട്ടുള്ള മുഴുവൻ സഹപ്രവർത്തകരും നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന സമരപരിപാടികളുടെ ഔപചാരികമായ സമരപ്രഖ്യാപനത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ രാജ്ഭവനിലേക്ക് ഒരു മാർച്ചുമായി കടന്നു വന്നിട്ടുള്ളത്. ഔപചാരികമായി ഈ സമരപ്രഖ്യാപന കൺവെൻഷന് സ്വാഗതം ആശംസിക്കുന്നതിന് വേണ്ടി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിഡന്റ്, മന്ത്രി കൂടിയായ ഏറെ പ്രിയങ്കരനായ അഡ്വക്കേറ്റ് OJ ജനീഷ് അവർകൾ, വേദിയിൽ സന്നിഹിതനായിരിക്കുന്ന കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഈ ചാത്രങ്കി ഗോഞ്ച് പരിപാടിയുടെ KPCCയുടെ ചുമതലയുമുള്ള ഏറെ പ്രിയങ്കരനായ മുൻ സംസ്ഥാന കേസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് പ്രിയപ്പെട്ട ഷാഫി പറമ്പിൽ MP, വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന യൂത്ത് കോൺഗ്രസിന്റെ സമാരതരായിട്ടുള്ള നേതാക്കന്മാർ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇതിന്റെ എല്ലാം മുഖ്യ കാരണം എന്ന് പറയുന്നത് അവരെല്ലാം തങ്ങളുടെ ജീവിതം സമർപ്പിച്ച വലിയ ലക്ഷ്യങ്ങളോടും പ്രതീക്ഷയോടും കൂടി അവർ എഴുതുന്ന പരീക്ഷകൾ, പ്രത്യേകിച്ച് നീറ്റ് പോലെയുള്ള, NDA പോലെയുള്ള, CTET പോലെയുള്ള പരീക്ഷകളെല്ലാം ചോർന്നുകൊണ്ട് അവരുടെ പ്രതീക്ഷകളെല്ലാം നശിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ രാജ്യത്തുള്ളത്. എന്നിട്ടും കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി സർക്കാർ അതിലൊരു ചെറുവിരൽ പോലും അനക്കാൻ തയ്യാറാകാതെ ഈ നാട്ടിലെ ചെറുപ്പക്കാരെ, വിദ്യാർത്ഥികളെ മരണത്തിലേക്ക് തള്ളിയിടുന്ന ഭയാനകമായിട്ടുള്ള സാഹചര്യത്തിലൂടെ ഈ രാജ്യം മുന്നോട്ട് പോവുകയാണ്. കഷ്ടപ്പെട്ട് പഠിച്ച് തങ്ങൾ
മാതാപിതാക്കളുടെ എല്ലാം അധ്വാനം വലിയ രീതിയിൽ തങ്ങളുടെ മക്കൾ ഉയർന്ന രീതിയിലേക്ക് വളർന്നു വരണമെന്ന പ്രതീക്ഷകളുമായി അവരെല്ലാം മുടക്കുന്ന അവരുടെ പണം അല്ലെങ്കിൽ അവരുടെ അധ്വാനം അവർ തങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിലനിൽക്കുന്നതിന് എല്ലാം തമസ്കരിച്ചുകൊണ്ട് വലിയ രീതിയിലേക്കുള്ള കൊള്ളലോബി നരേന്ദ്രമോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ BJP-കാരായിട്ടുള്ളവരുടെ നേതൃത്വത്തിൽ RSS-കാരായിട്ടുള്ളവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിൽ ഈ നാട്ടിലെ വിശ്വാസ്യത പേപ്പറുകളുടെ വിശ്വാസ്യത പരീക്ഷകളുടെ വിശ്വാസ്യത എല്ലാം നഷ്ടപ്പെട്ടുകൊണ്ടുവന്ന ഒരു സാഹചര്യമാണ്. അതുകൊണ്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമന്വിതനായിട്ടുള്ള നേതാവ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായിട്ടുള്ള ലോക്സഭാ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി രാജ്യത്തിലെ യുവാക്കളോടും ചെറുപ്പക്കാരായിട്ടുള്ള ആളുകളോടും പറയുന്നു, കോൺഗ്രസ് പാർട്ടി സ്റ്റാൻഡിംഗ് ഫോർ ദ സ്റ്റുഡൻസ്. ഈ നാട്ടിലെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഈ നാട്ടിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി കഴിഞ്ഞ നാളുകളിൽ നിലനിന്നതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടി പ്രതിജ്ഞാബദ്ധമാണ് ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നിലകൊള്ളാൻ വേണ്ടി. അതുകൊണ്ട് കഴിഞ്ഞ ദിവസം കോട്ടയിൽ നടന്ന വലിയ സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് നമ്മുടെ പ്രിയങ്കരനായിട്ടുള്ള രാഹുൽ ഗാന്ധി പറഞ്ഞു, ഈ നരേന്ദ്രമോദി സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെ ആ ചുമതലയിൽ നിന്ന് നീക്കുന്നതുവരെ സന്ധിയില്ലാത്ത പോരാട്ടങ്ങൾക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുകയാണ്. രാജ്യത്തിന്റെ തെരുവുകളെ സമര കലുഷിതമാക്കിക്കൊണ്ട് NSCN യൂത്ത് കോൺഗ്രസും വലിയ സമര പോരാട്ടങ്ങൾ നടത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതൊരു സൂചനാ സമരം മാത്രമാണ്, ഇതൊരു സമര പ്രഖ്യാപനം മാത്രമാണ്. ഇനിയും ഇത്തരത്തിലുള്ള പ്രവണതകളുമായിട്ട് കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോയാൽ അവരെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കുന്നതുവരെ നമ്മുടെ പോരാട്ടങ്ങൾ അവസാനിക്കില്ല എന്നൊരു പ്രഖ്യാപനം കൂടിയായി സമരം മാറുകയാണ്.